സവർക്കർ അവാർഡിന് ശശി തരൂരിനെ തെരഞ്ഞെടുത്ത വിഷയം വലിയ ചർച്ചയായി മാറി. തരൂർ പിന്നത് നിഷേധിച്ചു. ഞാൻ അറിഞ്ഞില്ല, എന്ത് അവാർഡ്, ഞാനിത് അറിഞ്ഞില്ല എന്ന് തലേ ദിവസം തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. എന്നാൽ ആ വിവാദങ്ങളിൽ ഇപ്പോൾ ശശി തരൂർ ആ അവാർഡ് വാങ്ങാൻ വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും ഈ അവാർഡ് വിവരം ശശി തരൂരിനെ അറിയിച്ചതിൻ്റെയും തെളിവുകൾ പുറത്തുവിടാൻ HRD ഇന്നിപ്പോൾ പത്രസമ്മേളനം നടത്തും. രാവിലെ 11:30 ദില്ലിയിലാണ് HRDS വാർത്താ സമ്മേളനം നടത്തുന്നത്. അവാർഡിനെ കുറിച്ച് തരൂർ എന്നെ അറിയിച്ചതിന്റെ തെളിവുകളാണ് പുറത്തുവിടുക. പുരസ്കാര വിവരം അറിഞ്ഞില്ലെന്നായിരുന്നു തരൂരിന്റെ വാദം. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ്. തരൂര് സവർക്കർ പുരസ്കാരം സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട് വലിയ ചർച്ചകളുണ്ടായിരുന്നു, വലിയ വിമർശനമുണ്ടായി. കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരു കോൺഗ്രസ്സുകാരനൊരിക്കലും സവർക്കർ പുരസ്കാരം സ്വീകരിക്കാൻ കഴിയില്ല എന്ന മട്ടിലുള്ള പ്രതികരണം കെ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ പ്രതികരിച്ചത് നമ്മൾ കണ്ടു. ഒടുവിൽ തരൂര് സവർക്കർ പുരസ്കാരം സ്വീകരിക്കാനില്ലെന്ന് അറിയിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോൾ പറഞ്ഞത് ഇങ്ങനൊരു പുരസ്കാരത്തെക്കുറിച്ച് താൻ അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ് എന്നാണ് ശശി തരൂർ പറഞ്ഞത്. ആ വാദം പൊളിക്കാൻ വേണ്ടിയാണോ HRDS ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത്? ശശി തരൂരിന്റെ മൊബൈൽ ഫോണിലേക്ക് ഒരു വാട്സപ്പ് അയച്ച് അതിനകത്തൊരു ബ്ലൂ ടിക്കറ്റ് കണ്ടു എന്നതായിരിക്കുമോ ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ HRDS പറയാൻ പോകുന്നത്? അതിനും അപ്പുറത്തേക്ക് ശശി തരൂർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തരൂരിന് പാരയായി തീരുകയും ചെയ്യും, അല്ലേ? അതിൽ ഉറപ്പായും ആരാണ് കള്ളം പറയുന്നത് എന്ന് ഏതായാലും 11:30 വ്യക്തമാകും. വലിയ തോതിൽ വിവാദമായിരുന്നു തരൂർ ഒരു കോൺഗ്രസ്സുകാരൻ എങ്ങനെയാണ് സവർക്കറിന്റെ പേരുള്ള പ്രഥമ പുരസ്കാരം സ്വീകരിക്കുക എന്നതായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം. വിവാദമായതിന് പിന്നാലെ കൃത്യമായി തന്നെ ഒരു പ്രതികരണം തരൂർ നടത്തുന്നു. താൻ ഈ പുരസ്കാരത്തെക്കുറിച്ച് ഒരു വിധത്തിലും അറിഞ്ഞിട്ടില്ല, ഈ സംഘാടകരെ തനിക്കറിയില്ല എന്നതായിരുന്നു പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത് എന്നാണ് HRDS ഇപ്പോൾ വ്യക്തമാക്കുന്നത്. HRDSന്റെ സ്ഥാപക സെക്രട്ടറി അജയ് കൃഷ്ണൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയും നേരത്തെ ചെയ്തിരുന്നു. തരൂരിനെ കൃത്യമായി അറിയിച്ചിരുന്നു. ജൂറി ചെയർമാൻ അടക്കം നേരിട്ടെത്തി തരൂരിനെ ക്ഷണിച്ചിരുന്നു എന്ന ഒരു വെളിപ്പെടുത്തൽ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള തെളിവുകൾ ഇന്ന് ഹാജരാക്കാൻ കഴിയും, ഇന്ന് പുറത്തുവിടും എന്നുള്ളതാണ് HRDS അറിയിക്കുന്നത്. ദില്ലിയിലെ HRDSന്റെ ആസ്ഥാനത്ത് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. ഏതായാലും തരൂരാണോ കളവ് പറയുന്നത്? ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിൽക്കാൻ വേണ്ടി തരൂർ കളവ് പറഞ്ഞതാണോ, അതോ കളവ് പറയുന്നത് HRDS ആണോ എന്ന കാര്യത്തിൽ ഇന്ന് വ്യക്തത വരും. ഏതായാലും കളവ് തരൂരാണ് പറഞ്ഞതെങ്കിൽ കോൺഗ്രസിനുള്ളിൽ സംസ്ഥാന നേതൃത്വത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ അമർഷവും ഒരുപക്ഷെ തരൂരിനെതിരെയുള്ള രൂക്ഷമായ പ്രതികരണങ്ങളും ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് കാത്തിരിക്കാം. എന്താണാവോ ഇനി HRDS പുറത്തുവിടാൻ പോകുന്നത്? HRDS എന്ന് പറയുന്ന സംഘടന തന്നെ വലിയ സംശയത്തിന് നിലനിൽക്കുന്നൊരു സംഘടനയാണ്. അവിടെയാണ് സ്വപ്ന സുരേഷ് കുറച്ചു കാലം ഈ വിവാദങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ആരോപണം ഉന്നയിച്ചതിന് ശേഷം ഒളിവിൽ കഴിഞ്ഞിട്ടൊക്കെ അല്ലെങ്കിൽ ജയിലിൽ പോയതിനു ശേഷം പിന്നീട് തിരിച്ചു വന്ന് പണിയെടുത്തത് HRDS എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. HRDSന് ആ രീതിയിലുള്ളൊരു കുപ്രസിദ്ധിയുണ്ട്. ഇപ്പോൾ ആ HRDSന്റെ സംഘടനയാണ് സവർക്കറിന് പേരിലുള്ള പുരസ്കാരം കൊടുക്കാൻ തീരുമാനിച്ചത്. ആ പുരസ്കാരം യഥാർത്ഥത്തിൽ പ്രഖ്യാപനം താൻ അറിഞ്ഞിട്ടില്ല എന്നാണ് ശശി തരൂർ പറയുന്നത്. എന്നാൽ ശശി തരൂർ അത് അറിഞ്ഞിരുന്നു എന്നതിന്റെ തെളിവുകളാണ് HRDS ഇന്നിപ്പോൾ പുറത്തുവിടാൻ പോകുന്നത്. ആ ബ്ലൂ ടിക്ക് ആയിരിക്കുമോ ഇനി ശശി തരൂരിന്റെ അറിഞ്ഞു എന്നുള്ളതിന് തെളിവായിട്ട് പുറത്തുവിടാൻ പോകുന്നത്?